Okay. നമ്മൾ പറഞ്ഞിരുന്നത് how to construct LR0 automaton, and that is over. In the last class we have constructed LR0 automaton for our expression grammar. This is the LR0 automaton. Then we can have a number of sets. They are I0, I1, I2, I3, etc. And each set contains a number of items, and we can map each set into a state. Okay, and this can be considered as a state transition diagram. The central idea behind the SLR parsing is the construction of LR0 automaton from the grammar. The states of the automaton are the sets of items from the canonical LR0 collection. The set of items ij is considered as state j. The transitions are given by goto function. The start state of LR0 automaton is closure of s gives dot s, where s dash is the start symbol of the augmented grammar. Then shift reduce decisions can be made as follows. Suppose that the string gamma of grammar symbols എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടെർമിനൽസും വരും നോൺ ടെർമിനൽസും വരും. അപ്പോൾ ഗാമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ടെർമിനൽസിൻ്റെയും നോൺ ടെർമിനൽസിൻ്റെയൊക്കെ ഒരു സ്ട്രിങ് ആണെന്ന് വിചാരിക്കുക. ടേക്സ് LR0 ഓട്ടോമാറ്റൻ ഫ്രം സ്റ്റാർട്ട് സ്റ്റേറ്റ് 0 ടു സം സ്റ്റേറ്റ് j. അതായത് സ്റ്റാർട്ട് സ്റ്റേറ്റിൽ നിന്ന് ഏതൊരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഓട്ടോമാറ്റൻ വഴി ഫോളോ ചെയ്തിട്ട്. ദെൻ ഷിഫ്റ്റ് ഓൺ നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ a if state j has a transition on a. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി സ്റ്റേറ്റ് ജെയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ എ ആണ്. അപ്പോൾ ഈ കറണ്ട് സ്റ്റേറ്റിൽ നിന്നും ഒരു ട്രാൻസിഷൻ എ എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. അതർവൈസ് വി ചൂസ് ടു റെഡ്യൂസ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു റിഡക്ഷൻ ഓപ്പറേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദി ഐറ്റം ഇൻ സ്റ്റേറ്റ് ജെ will tell us which production to use. Then next we have to consider the model of an LR parser. So this is a typical model for an LR parser. We'll have LR parsing algorithm or driver program. We'll call this as a driver program. Then this is our input. In the case of parser, input will be stream of tokens that will be present within this input buffer. Then there is a stack, then a parsing table will also be there. This is output. So this parsing table and this parsing algorithm will work based on the parsing table. Parsing table has two sections, action part and goto part. We will explain each of them in detail. And this stack is used for storing the states. ഡ്രൈവർ പ്രോഗ്രാം ഈസ് സെയിം ഫോർ ഓൾ LR പാസേഴ്സ്. അപ്പോൾ നമ്മൾ SLR ആണ് ഇപ്പോൾ പറയുന്നതെങ്കിലും ദാറ്റ് ഈസ് കോമൺ ഫോർ ഓൾ LR പാസർ. നമുക്ക് CLR നെക്സ്റ്റ് ഇനി ഇത് കഴിഞ്ഞിട്ട് പറയാനുള്ളത് നമ്മുടെ സിലബസിലുള്ളത് തന്നെയാണ്. CLR ഉണ്ട്, LALR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ടൈപ്പ് SLR എന്നുള്ളത് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എന്നുള്ളത് എന്താണ്? മോഡൽ ഓഫ് ആൻ LR പാർസർ എന്നുള്ളത് ദാറ്റ് വിൽ ബി കോമൺ ഫോർ ഓൾ ദീസ് പാർസേഴ്സ്. SLRനും CLRനും LALRനും ഒക്കെ ഈ മോഡൽ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാസിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഡ്രൈവർ പ്രോഗ്രാം എന്ന് പറയും. ഡ്രൈവർ പ്രോഗ്രാം ഓർ പാസിംഗ് പ്രോഗ്രാം ഈസ് സെയിം ഫോർ ഓൾ LR പാർസേഴ്സ്. ഓൺലി ദി പാസിംഗ് ടേബിൾ ചേഞ്ചസ് ഫ്രം വൺ പാർസർ ടു അനദർ. ഇതാണ് നമ്മൾ പാർസിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഈ പാസിംഗ് ടേബിൾ മാത്രമേ ഓരോ പാസറിൻ്റെ കേസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. ഹൗ ടു കൺസ്ട്രക്ട് ദിസ് പാസിംഗ് ടേബിൾ. ഓക്കെ, ഇനി എ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ വുഡ് ഷിഫ്റ്റ് എ സിമ്പിൾ അൻ LR പാസർ ഷിഫ്റ്റ് സ്റ്റേറ്റ്. മുമ്പ് നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ പറഞ്ഞത് അതിൻ്റെ കേസിലും സ്റ്റാക്ക് ഉണ്ടായിരുന്നു. ആ കേസിൽ നമ്മൾ ഗ്രാമർ സിമ്പിൾസ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ LR പാസറിൻ്റെ കേസിൽ വിൽ ഷിഫ്റ്റ് എ സ്റ്റേറ്റ്. ഈ ഗ്രാമർ സിമ്പിൾ പുഷ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താണ്? ഒരു സ്റ്റേറ്റ് ആയിരിക്കും പുഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ S0, S1, S2 അപ് ടു SM എന്ന് പറഞ്ഞത്. SM എന്നുള്ളത് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഏറ്റവും ബോട്ടത്തിൽ ഡോളർ ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് ദി
നമ്മൾ എൻ മാർക്കർ, സ്ട്രിങ് എൻ മാർക്കർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് എൻ മാർക്കർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡോളർ. അപ്പോൾ ഏറ്റവും ബോട്ടത്തിൽ ഡോളർ ഉണ്ടായിരിക്കും. പിന്നെ ബാക്കിയെല്ലാം എന്തായിരിക്കും, കുറേ സ്റ്റേറ്റുകളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക, സ്റ്റാക്കിനകത്ത്. ഈച്ച് സ്റ്റേറ്റ് എക്സെപ്റ്റ് ദി സ്റ്റാർട്ട് സ്റ്റേറ്റ് 0 ഹാസ് എ യൂണിക് ഗ്രാമർ സിമ്പിൾ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഈ ഒരു കേസിൽ ഗ്രാമർ സിമ്പിൾസിനല്ല പുഷ് ചെയ്യുന്നത്, പകരം ഓരോ സ്റ്റേറ്റുകളെയാണ് പുഷ് ചെയ്യുന്നത് പറഞ്ഞു. ബട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ് എക്സെപ്റ്റ് ദി സ്റ്റാർട്ട് സ്റ്റേറ്റ് 0 ഹാസ് എ യൂണിക് ഗ്രാമർ സിമ്പിൾ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓരോ സ്റ്റേറ്റിനും അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഗ്രാമർ സിമ്പിൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദി ഗ്രാമർ സിമ്പിൾ ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദി സ്റ്റേറ്റ്. And the next we have to consider the LR parsing table. The LR parsing table has two parts, a parsing action function or action and a go to function go to. അത് നമ്മളിവിടെ ഡയഗ്രത്തിനകത്ത് കാണിച്ചതാണ്. ഒരു ആക്ഷൻ പാർട്ടുണ്ട്, ഗോ ടു പാർട്ടുണ്ട്. ഇത് മൊത്തത്തിലാണ് നമ്മൾ LR പാർസിംഗ് ടേബിൾ എന്ന് പറയുന്നത്. First we can consider the action function. Action function takes as arguments a state I and a terminal A or dollar, the input and marker. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളൊരു ഇത് ആക്ഷനും ഗോ ടു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആക്ഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഈ പാർട്ട് ആക്ഷൻ ടേബിളും ഇത് ഗോ ടു ടേബിൾ എന്ന് പറയാം. ഗോ ടു പാർട്ട് ഓഫ് ദി പാർസിംഗ് ടേബിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊക്കെ സ്റ്റേറ്റുകളാണ്, 0 1 2 3 എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ ഇതൊരു എക്സാമ്പിൾ കേസാണ്. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഗ്രാമറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, എക്സ്പ്രഷൻ ഗ്രാമറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പാർസിംഗ് ടേബിളാണ്. ഓക്കെ, ദീസ് ആർ ദി സ്റ്റേറ്റ്സ്. ഇവിടെ നമ്മൾ ടെർമിനൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ആക്ഷനകത്ത് ഇവിടെ വരുന്നത് ടെർമിനൽസ് ആയിരിക്കും, ഗോ ടുവിനകത്ത് ഇവിടെ നോൺ ടെർമിനൽസ്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ആക്ഷൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, വി ക്യാൻ ഹാവ് ദി വാല്യൂ ഓഫ് ആക്ഷൻ IA. നമ്മളതിനെ ഇൻഡെക്സ് ചെയ്യുമ്പോൾ അങ്ങനെ കൊടുക്കും അല്ലേ. ആക്ഷൻ I, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്, നമ്മൾ റോ ഇൻഡെക്സ്. ഇവിടെ കോളം ഇൻഡെക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു ടെർമിനൽ ആയിരിക്കും, നമ്മുടെ ഗ്രാമറിനകത്തുള്ള ടെർമിനൽസ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ആക്ഷൻ ഓഫ് 3, പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, 3 പ്ലസ് R4. R4 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഡ്യൂസ് ബൈ പ്രൊഡക്ഷൻ 4 അതാണ് ഉദ്ദേശിക്കുന്നത്, റെഡ്യൂസ് ബൈ പ്രൊഡക്ഷൻ 4. നമ്മളിവിടെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രൊഡക്ഷൻസിനൊക്കെ ഓരോ നമ്പർ കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻസ് ഏതൊക്കെയായിരുന്നു, നമുക്കിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഈ just we have numbered the productions. അതായത് E is equal to E plus T, E is equal to T, then T gives T star F, like that. അപ്പോൾ ഈ പ്രൊഡക്ഷൻ നമ്മളിങ്ങനെ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ ചെയ്യാമെന്ന് വിചാരിക്കും. ആ നമ്പറാണ് ഇവിടെ R4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ബൈ പ്രൊഡക്ഷൻ 4. നമുക്ക് 4 കൂടി കൺസിഡർ ചെയ്യാം. അടുത്തത് നമ്മൾ T gives F, 5, F gives E, 6, F gives ID. Okay, so this was our grammar, and we have numbered each of these productions 1 2 3 4. That is used here in the action table. So R4 means reduce by production 4, that is reduced by T gives F. Ini for example, another case, action 1, plus 1 is the state and plus is the symbol, it is terminal symbol. So S6 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിഫ്റ്റ് 6 എന്നാണ്. അതായത് 6 എന്നുള്ള സ്റ്റേറ്റിനെ ഷിഫ്റ്റ് ചെയ്യാം.
സ്റ്റാക്കിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ R എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച് റെഡ്യൂസ് ഈ R4 എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ബൈ പ്രൊഡക്ഷൻ 4, R6 എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ബൈ പ്രൊഡക്ഷൻ 6, അതായത് റെഡ്യൂസ് ബൈ F gives ID. പിന്നെന്താണ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ബൈ E gives E plus T. ഇനി S5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് 5 ലൈക്ക് ദാറ്റ്. So the value of action IA can have one of 4 forms. One is shift J, where J is a state. The action taken by the parser effectively shift input A to the stack but uses state J to represent A. ഇവിടെ ശരിക്കും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് എനെ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷേ നമ്മൾ ആക്ച്വലി സ്റ്റാക്കിനകത്തോട്ട് എന്ത് മാത്രമേ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ, സ്റ്റേറ്റ് മാത്രമേ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഓരോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അസോസിയേറ്റ് ചെയ്തിട്ടൊരു സിമ്പിളുണ്ട്. അപ്പോൾ അതിന് നമുക്കതിനെ ഈ എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി വേറൊരു അതിനകത്ത് വരാൻ പറ്റുന്ന വാല്യൂ എന്നാൽ റെഡ്യൂസ് എന്നുള്ളതാണ്. ഷിഫ്റ്റ് ഉണ്ട്, റെഡ്യൂസ് ഉണ്ട്. ഇപ്പോൾ റെഡ്യൂസ് എ ഗീവ്സ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആക്ഷൻ ഓഫ് ദി പാർസർ എഫക്റ്റീവ്ലി റെഡ്യൂസസ് ബീറ്റ ഓൺ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ടു ഹെഡ് എ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷിഫ്റ്റ് ജെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ഇതാണെങ്കിൽ സ്റ്റാക്കിനകത്തോട്ട് എന്ത് ചെയ്യും, ഈ ജെ എന്നുള്ള ടോപ്പിൽ ജെ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ് പുഷ് ചെയ്ത് വെക്കും. ഇനി റെഡ്യൂസ് എ ഗീവ്സ് ബീറ്റ എന്നാണെങ്കിൽ എന്താണ്, ദി ആക്ഷൻ ഓഫ് ദി പാർസർ എഫക്റ്റീവ്ലി റെഡ്യൂസസ് ബീറ്റ ഓൺ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ടു ഹെഡ് എ. അപ്പോൾ ഈ ബീറ്റയുടെ ലെങ്ത് എത്രയുണ്ടോ, ബീറ്റയുടെ ലെങ്ത് എത്രയുണ്ടോ അത്രയും സ്റ്റേറ്റ്സിന് സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യും, പോപ്പ് ചെയ്തെടുക്കും. പോപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റാക്ക് ടോപ്പ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റാക്ക് ടോപ്പ് ഒരു ഗോ ടു അപ്ലൈ ചെയ്യും. ഗോ ടു അസ്യൂം ദാറ്റ് ഈസ് ടി എന്നുള്ള സ്റ്റേറ്റ് ആയെന്ന് വിചാരിക്കുക. ഗോ ടു T, A ഇത് നോക്കും. ഞാൻ പറഞ്ഞു എന്താ ഈ റെഡ്യൂസ് എ ഗീവ്സ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്കിനകത്ത് നിന്ന് ബീറ്റയുടെ ലെങ്ത് എത്ര ഉണ്ടോ, ബീറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് ആണ്, സ്ട്രിങ് ഓഫ് ഗ്രാമർ സിംബൽസ്. എത്രയും ലെങ്ത് ഉണ്ടോ അത്രയും സ്റ്റേറ്റുകൾ സ്റ്റാക്കിനകത്ത് നിന്ന് പോപ്പ് ചെയ്തെടുക്കും. പോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കുറേ പോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും ലെങ്ത്ത് പോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റാക്ക് ടോപ്പ് എന്നുള്ളത് T ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗോ ടു T, A ഇവിടെ ഈ ഹെഡിലെ സിമ്പിളും വെച്ചിട്ട് ഗോ ടു അപ്ലൈ ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റ് എന്ത് ചെയ്യും, സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞുള്ളത്. ദി ആക്ഷൻ ഓഫ് ദി പാർസർ എഫക്റ്റീവ്ലി റെഡ്യൂസസ് ബീറ്റ ഓൺ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ടു ഹെഡ് എ. ആക്സെപ്റ്റ് ദി പാർസർ ആക്സെപ്റ്റ്സ് ദി ഇൻപുട്ട് ആൻഡ് ഫിനിഷസ് പാസിംഗ്. പിന്നെ വേറെ വരാൻ പറ്റുന്ന എറർ എന്നുള്ള കേസാണ്. The parser discovers an error in its input and takes some corrective action. Okay, that's about the action part of the parsing table. ഇനി അതിനകത്ത് വരുന്ന വേറൊരു പാർട്ടാണ് ഗോ ടു എന്നുള്ള പാർട്ടാണ്, ഗോ ടു ഫംഗ്ഷൻ. ദിസ് ഈസ് ആക്ച്വലി വി എക്സ്റ്റെൻഡ് ദി ഗോ ടു ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ്സ് ഓഫ് ഐറ്റംസ് ടു സ്റ്റേറ്റ്സ്. നമ്മൾ നേരത്തെ ഒരു DF അല്ലെങ്കിൽ എന്താ ഓട്ടോമാറ്റൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ട്രാൻസിഷൻ പറഞ്ഞിരുന്നല്ലോ. ആ ട്രാൻസിഷൻ്റെ ഒരു എക്സ്റ്റൻഷനാണിത്. ശരിക്കും അതിനൊരു സ്റ്റേറ്റിലോട്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, അതാണ് ഇവിടെ ഗോ ടുവിനകത്ത് യൂസ് ചെയ്യുന്നത്. ഡിഫൈൻഡ് ഓൺ സെറ്റ് ഓഫ് ഐറ്റംസ് ടു സ്റ്റേറ്റ്സ്. ഇഫ് ഗോ ടു ഓഫ് IA, A ഈസ് ഈക്വൽ ടു IJ. നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രത്തിനകത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ I എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും A എന്നുള്ളൊരു ലേബിളുടെ എഡ്ജ് ഉണ്ടെങ്കിൽ അത് IJയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ദെൻ ഗോ ടു ആൾസോ മാപ്സ് എ സ്റ്റേറ്റ് I ആൻഡ് എ നോൺ ടെർമിനൽ A ടു സ്റ്റേറ്റ് J അതാണ് പറയുന്നത് നമ്മളെ DFAക്കകത്ത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫോർ എക്സാമ്പിൾ ഗോ ടു I0, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I1 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇവിടെ ഇങ്ങനെ ട്രാൻസിഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും, സ്റ്റേറ്റിൻ്റെ ടേംസിൽ പറയുമ്പോൾ ദിസ് ഈസ് ഗോ ടു 0, E. ഗോ ടു 0, E gives 1. ഓക്കെ, അതാണ് പറയുന്നത്. ഗോ ടു I, A if go to I, A is equal to IJ then go to also maps a state I and a non-terminal A to state J. അപ്പം ഗോ ടുവിൻ്റെ ടേബിൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇവിടെ എന്താണ്, ഓരോ സ്റ്റേറ്റ്
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ go to of 4, e 4, e എന്ന് പറയുന്നത് എത്ര 4 this one അല്ലേ is equal to a new state 8. അപ്പോൾ ഇവിടെ നമ്മൾ I4 എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം ആ സ്റ്റേറ്റ് നമ്പർ ഡയറക്റ്റ് യൂസ് ചെയ്തേ ഉള്ളൂ 4, 8. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ടു ദി ഗോ ടു ഫംഗ്ഷൻ വിത്തിൻ ദി LR0 ഓട്ടോമാറ്റ. അപ്പോൾ അതിനകത്ത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി go to and action part of the parsing table. Next we have to consider the parsing algorithm. ഇതിനകത്ത് ഇത്രയും പാർട്ടുകൾ നമ്മൾ പറഞ്ഞു. ആക്ഷൻ എന്താണെന്ന് പറഞ്ഞു, ഗോ ടു എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു, സ്റ്റാക്കിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദിസ് പാസിംഗ് അൽഗോരിതം ഓർ നമ്മളെന്താ പറയുന്നത്, അതിനൊരു ഡ്രൈവർ പ്രോഗ്രാം എന്ന് പറയും. ഈ ഡ്രൈവർ പ്രോഗ്രാം എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഹൗ ടു കൺസ്ട്രക്ട് ദിസ് പാസിംഗ് ടേബിൾ എന്നുള്ളത് അത് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഓട്ടോമാറ്റ് ഉണ്ടായിരുന്നല്ലോ, ഒരു എന്താ പറയുക LR0 ഓട്ടോമാറ്റ് എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ള LR0 ഓട്ടോമാറ്റ്. ആ ഓട്ടോമാറ്റിന് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ കൺസ്ട്രക്ട് ദി പാർസിംഗ് ടേബിൾ, അതായത് ആക്ഷൻ ആൻഡ് ഗോ ടു ടേബിൾസ്. ഓക്കെ, അത് നമ്മൾ ഇതിന് ശേഷം പറയാം, അൽഗോരിതം പറഞ്ഞതിന് ശേഷം പറയാം. സോ നെക്സ്റ്റ് വി ഹാവ് ടു കൺസിഡർ ദി ഡ്രൈവർ പ്രോഗ്രാം ഓർ LR പാർസിംഗ് അൽഗോരിതം. അപ്പോൾ അതിനകത്തുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, an input string w. W is actually a string of terminals and an LR passing table with the functions action and go to for a grammar G. Output എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if w is in L of G, ഈ ഗ്രാമറിലുള്ളതാണെങ്കിലുള്ള ലാംഗ്വേജ് ആണെങ്കിൽ, ഈ ലാംഗ്വേജിലുള്ള ഒരു സ്ട്രിങ് ആണെങ്കിൽ ദി റിഡക്ഷൻ സ്റ്റെപ്സ് ഓഫ് ദി ബോട്ടം അപ്പ് പാസ് ഫോർ w, അതർവൈസ് അൻ എറർ ഇൻഡിക്കേഷൻ. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ദി പാസർ ഹാസ് S0 on its stack where S0 is the initial state and $$ in the input buffer. W അതിൻ്റെ എൻഡിൽ ഒരു ഡോളറും കൂടി ചേർത്തിട്ടുണ്ടായിരിക്കും എൻ മാർക്കർ കാണിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് അവർ LR പാസിംഗ് അൽഗോരിതം. ലെറ്റ് A be the first symbol of W. ഓക്കെ, W എന്നുള്ള ഉദ്ദേശിച്ച് നമ്മുടെ ഇൻപുട്ട് ബഫറാണ്. ആ ഇൻപുട്ട് ബഫറിനകത്തുള്ള കുറേ സിമ്പിൾസ് ഉണ്ട് അല്ലേ, ഇത് എ എന്ന് വിചാരിക്കുക, ബാക്കി എന്തൊക്കെയാണ് സിമ്പിൾസ് ഇവിടെയൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഒരു ഡോളർ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ W എന്ന് പറയുന്നത്, ഈ ഒരു സ്ട്രിങ്. അപ്പോൾ ലെറ്റ് A be the first symbol of W. ഇൻപുട്ട് ബഫറിൽ ഇൻപുട്ടാണ്. ലെറ്റ് A be the first symbol of W while 1. Let S be the state on the top of the stack. Assume that this is our stack. സ്റ്റാക്ക് ഇവിടെ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡോളർ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ കുറേ സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ, സ്റ്റേറ്റുകളുണ്ട്. ഈ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള സ്റ്റേറ്റ് എസ് ആണെന്ന് വിചാരിക്കുക. എ എന്നുള്ളതാണ് ഫസ്റ്റ് ഇൻപുട്ട് സിമ്പിൾ. ദെൻ ലെറ്റ് എസ് ബി ദി സ്റ്റേറ്റ് ഓൺ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഇഫ് ആക്ഷൻ എസ് കോമ എ, നമ്മൾ നേരത്തെ ആക്ഷൻ ടേബിൾ, അതായത് പാസിംഗ് ടേബിളിനകത്തുള്ള ആക്ഷൻ പാർട്ട്, ആക്ഷൻ എസ് കോമ എ ഇസ് ഈക്വൽ ടു ഷിഫ്റ്റ് ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുഷ് ടി ഓൺ ടു ദി സ്റ്റാക്ക്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ടി എന്നുള്ള സ്റ്റേറ്റിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ആൻഡ് എ ബി ദി നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ, അതായത് എ പിന്നെ എന്താവും, നമുക്ക് തൽക്കാലം എ എന്നുള്ള ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇതായിരുന്നു ഫസ്റ്റത്തെ സിമ്പിൾ. എ എങ്ങോട്ട് പോയിൻ്റ് ചെയ്യും, എ വിൽ ബി നെക്സ്റ്റ് സിമ്പിൾ. ഓക്കെ, A will be the next symbol. Okay, from the input. ഞാൻ പറഞ്ഞു ഇൻപുട്ട് എന്നുള്ളത് ശരിക്കും എന്താണ്, ബാസറിൻ്റെ കേസിൽ ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഈസ് എ സ്ട്രീം ഓഫ് ടോക്കൺ. ടോക്കണിൻ്റെ സ്ട്രിങ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ നേരത്തെ ID + ID
സ്റ്റാർ ID ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ ടോക്കണുകളുടെ ഒരു സ്ട്രിങ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതാണ് ഇൻപുട്ട് സ്ട്രിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ് എ ബി ദി നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പൽ. അപ്പോൾ എന്ത് ചെയ്തു, അടുത്ത ഇൻപുട്ട് സിമ്പിളായി കൺസിഡർ ചെയ്തു എ ആയിട്ട്. ഓക്കെ, അതാണ് ആക്ഷൻ ഓഫ് എസ് എ ഷിഫ്റ്റ് ടി ആണെങ്കിൽ. എൽസ് ഇഫ് ആക്ഷൻ ഓഫ് എസ് എ ഇസ് ഈക്വൽ ടു റെഡ്യൂസ് ബൈ എ ഗീവ്സ് ബീറ്റ. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്, പോപ്പ് ബീറ്റ സിമ്പിൾസ് ഓഫ് ദി സ്റ്റാക്ക്. അതായത് ഈ ബീറ്റയുടെ ലെങ്ത് എത്ര ഉണ്ട് അത്രയും സിമ്പിൾസ് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് കളയും. ലെറ്റ് ടി നൗ ബി ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. പുഷ് ഗോ ടു ടി കോമ എ. നമ്മളെന്ത് ചെയ്യും, ഗോ ടു ടി കോമ എ കമ്പ്യൂട്ട് ചെയ്യും. ഈ എന്നുള്ള ഇതാണ് ഉദ്ദേശിച്ചത്, ഈ പ്രൊഡക്ഷൻ്റെ ഹെഡ്. എന്നിട്ട് അതെന്ത് ചെയ്യും, സ്റ്റാക്കിൻ്റെ ടോപ്പിലോട്ട് പുഷ് ചെയ്ത് വെക്കും. ഔട്ട്പുട്ട് ദി പ്രൊഡക്ഷൻ എ ഗീവ്സ് ബീറ്റ. പിന്നെ എന്തെങ്കിലും സിമാൻറ്റിക് ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ പെർഫോം ചെയ്യും. അതായത് നമ്മൾ കോഡ് ജനറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെപ്പിൽ ഈ റിഡക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ. ഇനി എൽസ് ഇഫ് ആക്ഷൻ എസ് കോമ എ ഇസ് ഈക്വൽ ടു ആക്സെപ്റ്റ് ആണെന്ന് വിചാരിക്കുക. ആക്സെപ്റ്റ് ആണെങ്കിൽ ബ്രേക്ക് പാസിംഗ് ഈസ് ഡൺ. എൽസ് കോൾ എറർ റിക്കവറി റൂട്ടീൻ, അല്ലെങ്കിൽ എററാണ്. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ എന്താ പറയുക ഇൻപുട്ട് സ്ട്രിങ് എന്നുള്ളത് കറക്റ്റ് ആണെങ്കിൽ, സിൻറ്റാക്റ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താവും, എറർ ജനറേറ്റ് ചെയ്യും. This is the LR parsing algorithm, and this driver program or parsing algorithm is common for all the LR methods. അതായത് SLRൻ്റെ കേസിലും CLR ആണെങ്കിലും LR ആണെങ്കിലും ഇതേ അൽഗോരിതം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓൺലി ഡിഫറൻസ് ഈസ് ഹൗ ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി പാർസിംഗ് ടേബിൾ. പാർസിംഗ് ടേബിളിലുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു CLRും LLR ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ദിസ് അബൌട്ട് ദി LR പാസിംഗ് അൽഗോരിതം.